സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നു. നടപ്പ് സഭാ സമ്മേളന കാലയളവിൽ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുന്നു എന്നത് ബില്ല് ഉറപ്പാക്കും. ശ്രീജയിലേക്ക്. ശ്രീജ, കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങളിലും അവതരിപ്പിക്കപ്പെട്ടിട്ട് പല തർക്കങ്ങൾ കാരണവും നീണ്ടുപോയ ഒരു ബില്ലിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ബില്ലാണല്ലോ ഇത്. തീർച്ചയായും വർഷ, ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗമാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ലിന് ഇപ്പോൾ ഏതായാലും ആ കരട് ബില്ലിന് അനുമതി നൽകിയിരിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ നിയമസഭാ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഈ നടപ്പ് സമ്മേളന കാലയളവിൽ തന്നെ ഇത് ബില്ലായി സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അത് കൃത്യമായ രീതിയിൽ സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുക, അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് നിന്നും വലിയ തോതിൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുറത്തു പോകുന്നു എന്നുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. അതിനും ഒരു വലിയ തോതിലുള്ള പരിഹാരം, കാരണം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൂടുതൽ വിപുലീകരിച്ച് ലഭ്യമാക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ബില്ലിലുണ്ട്. ഏതായാലും ഈ ബില്ല് പ്രകാരം നിലവിൽ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്ന സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു കമ്മിറ്റി ആദ്യം പരിശോധന നടത്തും. ആ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നവർക്കായിരിക്കും സർക്കാരിന്റെ ആദ്യഘട്ട അനുമതി ലഭിക്കുക. തുടർന്ന് ഇത് നിയമസഭയിൽ തന്നെ വരേണ്ടതുണ്ട്. നിയമസഭയിൽ ഷെഡ്യൂൾ ഭേദഗതി അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ ഷെഡ്യൂൾ ഭേദഗതി അവതരിപ്പിച്ച് നിയമസഭയുടെ ആയിരിക്കും അന്തിമ അനുമതി നൽകേണ്ടത്. അതുകൊണ്ട് തീർത്തും സുതാര്യമായിട്ടായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കുക. അത് ഉറപ്പാക്കുന്നത് കൂടിയാണ് ബില്ല്. തീർച്ചയായും ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല വിപുലീകരിക്കുക, അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം. അതെ, ശ്രീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.